നമസ്കാരം. എല്ലാവരെയും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. വേനൽ ചൂടിനെ വെല്ലുന്ന പരീക്ഷ ചൂടെല്ലാം കഴിഞ്ഞ് എല്ലാവരും സമാധാനത്തോടെ ശാന്തരായിരിക്കുന്നു എന്ന് കരുതുന്നു. അമ്മമാരെല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. ഓരോരുത്തരായിട്ട് അവനവൻ്റെ തറവാടുകളിലേക്കൊക്കെ പതുക്കെ മടങ്ങാനും അവിടെ പോയി എല്ലാ കുടുംബാംഗങ്ങളോടൊത്ത് വെക്കേഷൻ ആഘോഷിക്കാനുള്ള തിരക്കിലാണ് എന്ന് കരുതുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞ് ഇനി വരുന്നത് വിഷു ആണ്. വിഷുവിനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ കുട്ടികൾക്കായിരിക്കും ഈ പറഞ്ഞ പോലെ വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടുക പറയുമ്പോൾ വലിയ സന്തോഷമല്ലേ. പണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏക വരുമാനം എന്ന് പറയുന്നത് ഈ വിഷു കഴിഞ്ഞിട്ടമാണ്. ഞാനൊക്കെ അതിൻ്റെ എക്സ്ട്രീം ഇതിൽ ലെവലിൽ നിൽക്കുന്ന കുട്ടികളായിരുന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട് എന്ന് പറയുന്നത് എറണാകുളത്ത് തെക്കൻ ചിറ്റൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. തറവാടിൻ്റെ പേര് കനവള്ളിൽ മഠം എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ വിഷു കഴിഞ്ഞാൽ ഉടനെ ചിറ്റൂർ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഈ പൈസകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് വളം മേടിക്കണം, ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളാണ് മനസ്സിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടി തുടങ്ങുമ്പോൾ അമ്മ പറയും ഇനി പടക്കം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്ന് എടുത്തിട്ട് ബാക്കി വാങ്ങിക്കോന്ന് പറയും. അപ്പം അതും ഒരു നമുക്ക് അയ്യോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പൈസ കൊണ്ടല്ലേ ഓരോന്ന് വാങ്ങാൻ പറ്റുള്ളൂ, ബലൂൺ വാങ്ങണം, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ഇപ്പൊ വിഷു എന്ന് കേൾക്കുമ്പോൾ അത് ദിവസങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ നമുക്കെല്ലാം പഴയ കാലങ്ങളാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരിക. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും എന്താ പറയുക ഒത്തുചേരലിൻ്റെയും വിഷു ദിനാശംസകൾ നേരത്തെ ഞാൻ നേരാണ്. ഹാപ്പി വിഷു. അപ്പോൾ വിഷുവിനോട് അനുബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു കൊച്ചു കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ളത് കേട്ടിട്ട് പറയൂ കേട്ടോ. കഥയുടെ പേര് ആലിലക്കണ്ണൻ. ഞാൻ ഉറങ്ങുകയായിരുന്നു. ഒരല്ലലുമില്ലാതെ, എവിടെയാണെന്നറിയാതെ, ആരെന്ന് പോലും അറിയാതെ, ദാ ഈ നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെ ഒരു സുഖനിദ്രയിലായിരുന്നു. ആരോ വന്ന് തഴുകിയപ്പോഴാണ് പതിയെ കാലൊന്ന് നീട്ടിയത്. കൈകൾ കൊണ്ട് അമ്മയെ ഇറുക്കി പിടിച്ചിരുന്നു. കാലുകൾ നീട്ടിയപ്പോൾ എൻ്റെ ശരീരമാകെ പതിവിലും വിപരീതമായി വിടർന്നു വന്നു. ഞാൻ ഉണർന്നത് കണ്ടിട്ടാവാം എൻ്റെ ചുറ്റോടു ചുറ്റുമുള്ള സഹോദരീ സഹോദരന്മാർ എന്നെ തഴുകിയ കാറ്റിനൊപ്പം കിലുക്കില ശബ്ദത്തിൽ ചാഞ്ചാടി. ഞാൻ പതിയെ കൺതുറന്നപ്പോൾ അടുത്തെവിടെയോ നിന്ന് ഒരു ഗാനം ഒഴുകി വരുന്നു. തൊട്ടടുത്തുള്ള ഏട്ടൻ മന്ദം പറഞ്ഞു, ആ കാണുന്നത് കണ്ണൻ്റെ കോവിലാണ്. അവിടെ നിന്നാണ് ആലിലക്കണ്ണൻ്റെ ഗാനം കേൾക്കുന്നത്. കണ്ണൻ ശയിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണെന്നാണ് ദാ ആ തൊഴുതുമടങ്ങുന്ന ആളുകളെ കണ്ടില്ലേ, അവരുടെ വിശ്വാസം. അവർ മനുഷ്യരാണ്, നമ്മളെ പോലെയല്ല. അവർക്ക് കാലുകൾ കൊണ്ട് നടക്കാനാവും, കൈകൾ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനാവും. നമുക്കിവിടെ ഇങ്ങനെ തൂങ്ങിയാടാനേ പറ്റൂ. വീണ്ടും കാറ്റ് വന്ന് തഴുകി. ഞാനൊന്ന് പതിയെ കറങ്ങി. അപ്പോഴാണ് താഴെ കൂടെ ഒഴുകുന്ന അരുവിയെ കണ്ടത്. അത് അരുവിയാണെന്ന് പറഞ്ഞു തന്നത് എന്നെ താഴെ വീഴാതെ ചേർത്ത് പിടിച്ച കുഞ്ഞേടത്തി ആയിരുന്നു കേട്ടോ. എത്ര കുഞ്ഞുങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക്! ചുറ്റോടും കണ്ണോടിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ്. പക്ഷെ പലർക്കും എന്നേക്കാൾ കടും നിറമാണ്. ചിലരുടെ നിറം ഒക്കെ മാറിയിരിക്കുന്നു. അവരിൽ ചിലർ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കൈകൾക്ക് ബലം കുറയുന്നുണ്ടേ, കാറ്റിങ്ങനെ വീശിയ ഞങ്ങൾ താഴേക്ക് വീണു പോവും. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അമ്മയെ ഇറുക്കി പിടിച്ചു കിടന്നു. അവര് പറഞ്ഞത് ശരിയാ. അടുത്ത കാറ്റിൽ അതാ അവരൊക്കെ പാറി നിലത്ത് വീണു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും പറ്റിയില്ല. ഊഞ്ഞാലിൽ ആടുന്നത് പോലെയാണ് പറന്നിറങ്ങിയത്. അവിടെ കിടന്നൊന്ന് കറങ്ങി. പിന്നെ ആളുകൾ പോകും വഴിയെ ഉരുണ്ടും പിരണ്ടുമൊക്കെ പോകുന്നത് നോക്കി ഞാൻ കിടന്നു. ചിലർ അമ്പലപ്പറമ്പിൽ പോയി വീണു, ചിലർ അരുവിയിലും. അരുവിയിൽ വീണവർ ഒഴുകി എങ്ങോ പോയി. അവർക്കൊക്കെ കുറെ കാഴ്ചകൾ കാണാമല്ലേ? ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിച്ചു. അപ്പോഴാണ് വല്ലാത്തൊരു ചൂട് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഏതൊക്കെയോ ആളുകൾ വന്ന് താഴെ വീണു കിടക്കുന്ന ഇലകളെയൊക്കെ
ഒന്നിച്ചു കൂട്ടി തീയിടുന്നു. അയ്യോ, ഉറക്കെ വിളിച്ചുപോയി ഞാൻ. ഇതുപോലെയൊക്കെ തണലേകി കുളിരേകി ദിനങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളും കൊഴിഞ്ഞു വീഴുമോ ഏട്ടാ? എത്ര വിഷമങ്ങൾ വന്നാലും ഓർക്കുക, നമ്മളാകും മെത്തയിൽ ശയിക്കുന്ന കുഞ്ഞുണ്ണി കണ്ണനുണ്ടെന്ന്. ഏട്ടന്റെ മറുപടി ഇതായിരുന്നു. അമ്മ മരത്തിൽ കായ്കളുണ്ടായി. എവിടുന്നൊക്കെയോ കിളികൾ പറന്നു വന്നു. അവരുടെ ചിരിയും കളിയും ഒക്കെ കണ്ട് ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. അമ്മ തരുന്ന ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും കഥകളൊക്കെ കേട്ടും ഉണ്ണിക്കണ്ണന്റെ ഗാനങ്ങൾ ആസ്വദിച്ചും നാമം ജപിച്ചും അങ്ങനെ ഞാനും വളർന്നു വലുതായി. ശരീരത്തിന് നിറം വന്നു, കനം വന്നു. പോകെ പോകെ എൻ്റെ സഹോദരങ്ങളും നിലം പതിച്ചു. അവസാനം എൻ്റെ ദിനവും വന്നു ചേർന്നു. കാറ്റിന്റെ ബലത്തിനെതിരെ ശരീരത്തെ താങ്ങി നിർത്താൻ എൻ്റെ കൈകൾക്കായില്ല. അടുത്ത കാറ്റിൽ ഞാൻ പറന്നിറങ്ങി. കണ്ണാ എന്നുറക്കെ വിളിച്ച് കരഞ്ഞു ഞാൻ. എന്നെ ഇപ്പൊ കത്തിക്കുമല്ലോ. എൻ്റെ നെഞ്ചു പിടഞ്ഞു. അപ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെ ഒരു കുഞ്ഞു വന്നു. എന്നെ അവളുടെ കൈകളിലെടുത്തു. അവൾ എന്നെ അവളുടെ പുസ്തകത്താളുകൾക്കിടയിൽ ഒളിപ്പിച്ചു. ഒന്നും കാണാതെയും കേൾക്കാതെയും എത്ര നാൾ എന്ന് ഓർമ്മയില്ല. ഒരു ദിവസം അവൾ എനിക്ക് മോചനമേകി. എൻ്റെ ശരീരം തൊലിയെല്ലാം ഇളകിപ്പോയി കട്ടി കുറഞ്ഞ ഒരു വസ്തുവായി മാറി. ഞാൻ ഉറക്കെ കരഞ്ഞു. കണ്ണാ, നീ എവിടെയാ? കാണാനാവുന്നില്ലല്ലോ എനിക്ക്. അന്നേരം ഒരു ചെറു സ്പർശനം ഞാൻ അറിഞ്ഞു. അതെൻ്റെ ശരീരമാകെ ഓടി നടന്നു. എന്തോ വലിയൊരു സുഖത്തിൽ ലയിച്ചുപോയ ഞാൻ വീണ്ടും ഒന്ന് മയങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. എൻ്റെ ആലിലക്കണ്ണൻ എങ്ങനെയുണ്ടമ്മേ? അവൾ എന്നെയും എടുത്തുകൊണ്ട് ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയത്. അതെ, അമ്പലത്തിന് മുന്നിലെ ചുവരിൽ ഞാൻ കാണാറുള്ള അതേ കണ്ണൻ എൻ്റെ ശരീരത്തിൽ. എൻ്റെ മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടി. ഇതിലേറെ ഭാഗ്യമിനി മറ്റെന്തുണ്ട് എനിക്ക് നേടാൻ? ഞാനാം ആലില കിലുകില ശബ്ദത്തിൽ ആടുന്നതായി തോന്നി. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. ആ മുറിയുടെ ചുവരിൽ ഒരു ചില്ലു പാളിക്കുള്ളിൽ ആലിലക്കണ്ണൻ എന്ന പേരിൽ ഞാനിന്നും തൂങ്ങിയാടുന്നു. എൻ്റെ കൈകൾ കഴക്കില്ല ഇനി ഒരിക്കലും. ആലിലക്കണ്ണൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.